ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റിയായ മത്തിക്കറി ഈസിയായി തയ്യാറാക്കാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു 6 ചെറിയുള്ളി, അതുപോലെ ഒരു 12 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 സെൻറ്റിമീറ്റർ അളവിൽ ഇഞ്ചിയുടെ ഒരു കഷ്ണം എന്നിവ നന്നായി ചതച്ചത്, അതോടൊപ്പം തന്നെ നടുവേ കീറിയ 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഒരു പഴുത്ത തക്കാളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല ഉരുകി വെന്ത് വരണം. അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, അതോടൊപ്പം 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ പൊടിയുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിക്കുന്നു. പിന്നീട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. 5 മിനിറ്റ് മൂടി വെച്ച് അത് തിളയ്ക്കാനുള്ള ടൈം കൊടുക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുള്ള ഒരു 4 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ മത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി അതിൽ 7 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ വെറും 10 മിനിറ്റിൽ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് മത്തിക്കറി വെച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.